ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിയയാണ് കാണിക്കുന്നത്. പ്രിയയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡോക്ടർമാർ ചുറ്റും നിന്നുകൊണ്ട്. ഈ സമയം വിനോദിനെയാണ് കാണിക്കുന്നത്. വിനോദ് കരഞ്ഞ് നിലവിളിച്ച്, ചേച്ചി ഞാൻ പ്രിയ ഒന്ന് കണ്ടോട്ടെ ചേച്ചി, എനിക്കൊന്ന് പ്രിയ കാണണം ചേച്ചി, ഞാൻ അവളോട് മാപ്പ് ചോദിക്കട്ടെ ചേച്ചി. നീ അവളെ കാണണ്ട, നീ അവളെ കണ്ടു കഴിഞ്ഞാലേ എൻ്റെ പ്രിയയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോലും പറ്റില്ല, നീ പോയിക്കോ, നീ അവളെ കാണുന്നത് തന്നെ പാപ എന്നും പറഞ്ഞ് ഗീതു കുറേ വഴക്ക് പറയാം. അത് കേട്ടും ചേച്ചി ഞാൻ അറിഞ്ഞുകൊണ്ട് തള്ളിവിട്ടതല്ലേ ചേച്ചി, പറ്റിപ്പോയതാ, എൻ്റെ കൈ തട്ടി അവൾ അറിയാതെ വീണ് പോയതാ, അല്ലാതെ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയെ ഞാൻ ഒന്നും ചെയ്യില്ല ചേച്ചി. എനിക്ക് അവളോട് മാപ്പ് പറയണം, അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം, അവളെ എനിക്ക് കാണണം ചേച്ചി, എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചേച്ചി എന്നും പറയണില്ല. പറ്റില്ല, നിന്നെ പ്രിയയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവില്ല, നീ ദുഷ്ടൻ. അവൾ നിന്നെ സ്നേഹിച്ചത് മാത്രം അവൾ ചെയ്ത് തെറ്റ്, നിന്നെ സ്നേഹിച്ച് നിന്നെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഒരേ വാശിയിൽ നിന്ന് നിന്നെ നേടിയെടുത്താണ് അവൾ ചെയ്ത് തെറ്റ്. വേണ്ട, പൊയ്ക്കോ, ആരുടെയും കണ്ണിപ്പെടാതെ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് ഗീതു ആട്ടിപ്പായിക്കുക. ഇല്ല ചേച്ചി, എൻ്റെ പ്രിയയ്ക്ക് ഈ അവസ്ഥയാകാൻ കാരണക്കാരനായ ഞാനിനി ജീവിച്ചിരിക്കാൻ പാടില്ല, ഞാൻ ചത്തുപോയിക്കോട്ടെ, പ്രിയയെ കണ്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചാകുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് വിനോദ് തല കൊണ്ടേ മതിലിട്ട് ഇടിക്കുക. അങ്ങനെ ചുവരിലിട്ട് ഇടിച്ച് വിനോദിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും വിനോദ് മാറ്റാൻ പറ്റുന്നില്ല ഗീതുവിനെ. അപ്പോഴും വിനോദ് തലയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഇടാ വിനോദേ, ഇങ്ങോട്ട് മാറ്, നീ എന്താടാ ചെയ്യുന്നേ എന്നും ഗീതുവിൻ്റെ ചോദ്യം. എനിക്ക് പറ്റുന്നില്ല ചേച്ചി, എനിക്കറിയില്ല, എൻ്റെ പ്രിയയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ കാരണക്കാരൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ചേച്ചി. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. എൻ്റെ പ്രിയ ഞാൻ തള്ളിയിട്ടതല്ല, എനിക്ക് അവളെ ജീവന, അവളാണ് എൻ്റെ എല്ലാം. അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ തള്ളിവിടുമോ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വിനോദ് ഭയങ്കരമായിട്ട് കരയുക. ചേച്ചി അവൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ പിടിച്ച് മാറ്റാനേ ശ്രമിച്ചുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവൾ കാല് വഴുതി താഴേക്ക് വീണു പോകുന്നു ഞാൻ അറിഞ്ഞില്ല ചേച്ചി, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്യില്ല ചേച്ചി എന്നും പറഞ്ഞ് വിനോദ് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയം ഗീതു, അങ്ങനെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൾ വന്ന് പറയട്ടെ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. എന്നാൽ അതിനു മുമ്പ് ഞാൻ ചാകും, ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് പ്രിയയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നും പറഞ്ഞ് വിനോദ് വീണ്ടും പോയി തലയിട്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു വിനോദിനെ പിടിച്ച് വലിച്ചു മാറ്റി, എടാ എന്താടാ ഈ കാണിക്കുന്നത്, എനിക്ക് വയ്യ, ഞാൻ ചത്തുപോയിക്കോട്ടെ ചേച്ചി, ഞാൻ കാരണമല്ലേ പ്രിയയ്ക്ക് ഇങ്ങനെ സംഭവിച്ചേ, ഞാൻ ചത്തുപോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് കരയുമ്പോൾ വിനോദിൻ്റെ നെറ്റിയിൽ നിന്ന് ചോര ഒഴുകി വരുന്നത് നമ്മുടെ ഗീതുവിൻ്റെ കണ്ണിൽ പെടുക. ഗീതു ആ ചോര എടുത്തു നോക്കി, മോനെ ചോര വരുന്നടാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാകാൻ തന്നെ അടിച്ചത്, എനിക്ക് ചാകണം, എൻ്റെ പ്രിയ ഈ അവസ്ഥ കാണാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ചാകണം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അപ്പോഴേക്കും ഗീതു, ശരി ഞാൻ നിന്നെ കൊണ്ടുപോകാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിനെയും കൂട്ടി ICUലേക്ക് പോവുകയാണ്. ഈ സമയം ICUലെത്തിയതും വിനോദ് പ്രിയയെ കണ്ട് ഭയങ്കര കരച്ചിൽ കരയുക, സഹിക്കാൻ പറ്റാതെ കരയുക. എൻ്റെ ദൈവമേ, എൻ്റെ പ്രിയമോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ, പ്രിയെ എഴുന്നേക്ക് പ്രിയെ, സോറിയടാ, ഞാൻ നിന്നോട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ എനിക്ക് പറ്റിപ്പോയതാ, സോറി, എന്നോട് ക്ഷമിക്ക് പ്രിയെ, എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ്റെ മുന്നിലേക്ക് ഒരു പേപ്പർ എടുത്ത് വയ്ക്കുക ഡോക്ടർ. അപ്പോൾ ആ പേപ്പറിലിട്ട് നോക്കിയിട്ട് ഗോവിന്ദ ഡോക്ടറോട് ചോദിച്ചു, ഇത് എൻ്റെ പ്രിയയുടെ ജീവന് വിലയിടുന്ന പേപ്പറാണല്ലേ ഡോക്ടറെ? എൻ്റെ പ്രിയയുടെ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ഞാൻ എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. അത് കേട്ടതും ഡോക്ടർ ഗോവിന്ദ്, അത് വേണ്ട ഡോക്ടറെ, എനിക്കറിയാം, ഞാൻ ഒപ്പിട്ട് തരാം, ഞാൻ എതിര് നിൽക്കുന്നില്ല, എൻ്റെ പ്രിയമോളെ ഓപ്പറേഷൻ ചെയ്തെടുത്തോ, അവളുടെ കുഞ്ഞിനെയും ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തോ, എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ഞാനാണല്ലോ, അതെ ഞാൻ തന്നെയാണ്, അവൾക്ക് അർഹിക്കാത്ത ബന്ധം ഞാനാണ് ഇതാക്കി കൊടുത്തത്, അവൾ ഇഷ്ടപ്പെട്ടപ്പോൾ അവനൊരു കള്ളനാണെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ സംഭവിച്ചത് വേറെയൊക്കെ, എന്ത് ചെയ്യാനാ, ഞാൻ ഒപ്പിട്ട് തരാം ഡോക്ടറെ എന്നും പറഞ്ഞ് പേപ്പറിൽ ഒപ്പിടാനായിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇതാകുമ്പോഴേക്കും കൈ ഇങ്ങനെ വിറയ്ക്കുക. എന്താണെന്നറിയില്ല ഡോക്ടറെ, പതിവില്ലാതെ കൈയൊക്കെ വിറയ്ക്കുന്നു, ഞാൻ ഒരുപാട് ഒപ്പിടുന്നതാ, പക്ഷേ ഇതാദ്യമായിട്ടാണ് എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഡോക്ടറെ, എൻ്റെ പ്രിയമോക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ അല്ലേ ഡോക്ടറെ? എന്താ ഗോവിന്ദ് ഇത്? അപ്പോൾ രേഖ, ഒന്നും പറ്റില്ല ഗോവിന്ദേട്ട സൈൻ ചെയ്, ധൈര്യമായിട്ട് സൈൻ ചെയ്, ഒന്നും പറ്റില്ല. അപ്പോൾ ഗോവിന്ദ് സൈൻ ചെയ്യുക. അതിനുശേഷം ആലോചിക്കുകയാണ് അങ്ങനെ ഓരോന്ന്. അപ്പോഴേക്കും പ്രിയയുടെ ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ഒരു സിസ്റ്റർ, ഇതൊക്കെ പ്രിയയുടെ ആഭരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോവിന്ദ് അത് മേടിച്ചപ്പോൾ അതിനകത്തിരുന്ന പ്രിയയുടെ താലി എടുത്ത് ഗോവിന്ദ് നോക്കുകയാണ്. ഈശ്വര, എൻ്റെ മോളുടെ താലി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് താലിയിൽ നോക്കി കുറേ കരഞ്ഞു. അപ്പോഴാണ് ഗോവിന്ദിൻ്റെ കയ്യിലൊക്കെ കമ്മൽ കിട്ടുന്നത്. കമ്മൽ കണ്ടതും ഗോവിന്ദ് അന്ന് നടന്ന സംഭവങ്ങൾ ആലോചിക്കുക.
ഗീതുവിൻ്റെ കയ്യിലേക്ക് ജിമിക്ക് കൊണ്ട് കൊടുത്തിട്ട്, ദേ ഇത് നിൻ്റെ കമ്മലല്ലേ, ഇത് ഞാൻ നിനക്ക് ഇട്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കണ്ട് നാടകം കളിക്കണ്ട, വീണ്ടും എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ നാടകം കളിക്കുകയാണോ? ഇതേ എൻ്റെ കമ്മല, ഈ കമ്മൽ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഇതേ നോക്കിക്കോ ഒരു കാതിലെ കമ്മലുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കമ്മൽ കാണിച്ചു കൊടുത്ത് ഗീതുവിനും ഗോവിന്ദനും വഴക്ക് പറഞ്ഞതും അതിനുശേഷം ഗോവിന്ദ കമ്മൽ പ്രിയയുടെ കാതിലിട്ട് കൊടുത്തതൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് കരയുക, ഈശ്വര, അന്ന് ഞാനും ഗീതും സ്നേഹത്തോടെ നിന്നപ്പോൾ എൻ്റെ പ്രിയമോള് ഞങ്ങൾ അഭിനയിക്കുവാണെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷെ മോളെ അല്ല, ഒരിക്കലും ഞങ്ങൾ അഭിനയിക്കുന്നതല്ല മോളെ, ഞങ്ങൾ സത്യമായിട്ടും ജീവിക്കുക. ദേ എൻ്റെ പ്രിയമോൾ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ ഗീത വെച്ച് ഞാനും ഒന്നിച്ചു സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ അത് കാണാൻ നീ ഇല്ലല്ലോ എൻ്റെ പൊന്നുമോളെ, ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം കാണാൻ നീ തിരിച്ചു വരില്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ കമ്മലിൽ നോക്കി ഇടറിയ സ്വരത്തോടെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുക. അത് കേട്ടതിൻ്റെ രേഖ, വരും ഗോവിന്ദേട്ട, നമ്മുടെ പ്രിയമോള് നമ്മുടെ ജീവിതത്തിലേക്കും വീട്ടിലേക്കും വീണ്ടും തിരിച്ചു വരും. പഴയ കിലുക്കാൻ പെട്ടിയായി അവളെന്നും നമ്മുടെ വീട്ടിലുണ്ടാവും. ഗോവിന്ദേട്ടൻ സമാധാനത്തോടെ ഇരിക്കേ എന്നൊക്കെ പറയാണ്. ഈ സമയം ഗോവിന്ദ ആകെ കരഞ്ഞു വിഷമിച്ചിരിക്കും. ഇതേ സമയം പിന്നീട് അവിടെ ഗീതുവിനെയാണ് കാണിക്കുന്നത്. വിനോദാണെങ്കിൽ പ്രിയയുടെ കാല് പിടിച്ച് ഭയങ്കര കരച്ചില്ല. വിടുന്ന ലക്ഷണമൊന്നുമില്ല. പ്രിയ, നീ തിരിച്ചു വരണം, നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനും ജീവനോട് ഇരിക്കില്ല, ഞാനും മരിക്കും, എനിക്ക് മരിക്കണം, എനിക്ക് ജീവിക്കണ്ട, എൻ്റെ പ്രിയ ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട, എനിക്കെൻ്റെ പ്രിയയാണ് വലുത്, എനിക്കെൻ്റെ പ്രിയ മാത്രം മതി, വേറെ ആരും വേണ്ട. കാറ് കൂട്ടുകാരന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് വിശ്വസിക്കാതെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ചു. അതാ മോളെ ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, എനിക്ക് മനസ്സിലാവും. എന്നാലും നീ എന്നെ വിട്ട് പോകരുത്, എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. വിനോദേ എഴുന്നേക്കടാ, എടാ വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കുറേ വിളിച്ചിട്ടും വിനോദ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പ്രിയയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ഗോവിന്ദനും രേഖയും വെളിയിൽ വന്നു. അവർ ഗീതുവിനെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദ അന്വേഷിക്കുക. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട്, സാർ മാഡത്തിനെയാണ് അന്വേഷിക്കുന്നത്, സാറിൻ്റെ വൈഫിനെ. അതെ, ഇവിടെ നിന്നുണ്ടായിരുന്നു, കാണുന്നില്ല. മാഡം ICUലുണ്ട് സാർ. പാവം, അവൾ പ്രിയയുടെ അടുത്ത് പോയി ഇരിക്കുമായിരിക്കും ഗോവിന്ദേട്ടാ, വാ നമുക്കും അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം രേഖ, ഇല്ല ഗോവിന്ദേട്ടാ, ഞാനേ വരുണേട്ടനെ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദാണെങ്കിൽ ICUലേക്ക് നടന്നുകൊണ്ടേ ഇരിക്കുക. ICUവിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അതിനുശേഷം കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം. ഈ സമയം ഒരു ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം ഗോവിന്ദ് അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ വിനോദാണെങ്കിൽ പ്രിയയുടെ കാല് കെട്ടിപ്പിടിച്ച് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. എടാ വിനോദ എഴുന്നേക്കടാ, എടാ വാടാ, നമുക്ക് പോകാം. വിനോദേ, നീ ഇവിടെ ഇങ്ങനെ നിന്ന് കരയല്ലേ, നീ ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ അവർ വഴക്കു പറയും, നിന്നോട് വരാനാണ് പറഞ്ഞത്. ഇല്ല ചേച്ചി, ഞാൻ വരില്ല, എൻ്റെ പ്രിയ തിരിച്ചു വരാതെ ഞാൻ വരില്ല, എനിക്കെൻ്റെ പ്രിയയെ വേണം, എൻ്റെ പ്രിയ എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് പ്രിയയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും ഒരു രക്ഷയില്ല. ഗീതു എത്ര വലിച്ചിട്ടും വരുന്നില്ല. ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് കയറി വരികയാണ്. ഗോവിന്ദ കാഴ്ച കണ്ടതും ഞെട്ടിപ്പോയി. ഡാ എന്നും പറഞ്ഞു ഒച്ചത്തിൽ വിളിച്ചു. അപ്പോൾ ഗീതുവും വിനോദും തിരിഞ്ഞു നോക്കിയപ്പോൾ കട്ടക്കലപ്പിൽ ഗോവിന്ദ്, എന്ത് ധൈര്യത്തിലാടാ എൻ്റെ അനിയത്തിയെ കാണാൻ നീ വന്നത്? അവളെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഒരു കൂസലും ഇല്ലാതെ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നോ? ദുഷ്ട, ദ്രോഹി, നീ എന്നോട് എന്ത് തെറ്റാടാ എൻ്റെ പെങ്ങൾ ചെയ്തത് എന്നും പറഞ്ഞ് വിനോദിനെ വലിച്ചൊരൊറ്റ ഏറ്. വിനോദ് തെറിച്ചുപോയി ICUവിൻ്റെ ഡോറിൻ്റെ അടുത്ത് വീണു. അവിടെ ചെന്ന് ഗോവിന്ദ് വിനോദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കണ്ണേട്ട വേണ്ട, വേണ്ട കണ്ണേട്ട, വീട് കണ്ണേട്ട, വേണ്ട എന്നും പറഞ്ഞ് ഗീതു തടഞ്ഞെങ്കിലും ഗീതുവിനെ തള്ളി മാറ്റി ഗോവിന്ദ് വിനോദിനെ കുറേ തല്ലി. അടിക്കല്ലേ കണ്ണേട്ട, അടിക്കല്ലേ, എൻ്റെ അനിയൻ പാവോ കണ്ണേട്ട, അവൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, വേണ്ട, നീ മിണ്ടരുത്, മാറി നിൽക്കാനാ പറഞ്ഞത് എന്നും പറയണം. അപ്പോഴേക്കും വിനോദ് കുറേ തല്ലുകൊണ്ടു. എടാ വിനോദ്, എന്താടാ ഇത്, നീ എന്താ നടന്നെന്ന് പറ. വേണ്ട, ആരും എന്നോട് പറയണ്ട, എൻ്റെ അനിയത്തിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായി ഇവൻ. ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, ചത്തുപോടാ, ചത്തുപോ, നീ ഇനി ജീവിച്ചിരിക്കണ്ട ഈ ലോകത്ത് നിന്ന് തന്നെ. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഈ അവസ്ഥയായി, അവളിനി തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? ചാകടാ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് വിനോദിനെ പുറത്തെത്തിച്ചു. അതായത് ICUവിൻ്റെ വെളിയിൽ എത്തിച്ചിട്ട് വിനോദിനിട്ട് അടിച്ചും ചവിട്ടി ഒരു വഴിയാക്കുക. ഗീതു എത്രയൊക്കെ പിടിച്ചിട്ടും ഗീതുവിനെ തള്ളി മാറ്റിയിട്ടാണ് ഗോവിന്ദ് വിനോദിനെ തല്ലുന്നത്. പരമാവധി ഗീതു ഗോവിന്ദനെ തള്ളി മാറ്റിയിട്ടും ഒരു രക്ഷയുമില്ല. വിനോദാണെങ്കിൽ ഭയങ്കര കരച്ചിലും ഗീതുവും ഭയങ്കര കരച്ചിൽ. വേണ്ട കണ്ണേട്ട, തല്ലല്ലേ കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ രേഖയെ അതൊക്കെ തടയാൻ ശ്രമിക്കുക. എല്ലാവരും തടയാൻ ശ്രമിച്ചിട്ടും ഗോവിന്ദ് കേൾക്കുന്നില്ല. വിനോദിനെ അടിയോടടി.
അടിച്ചടിച്ചടിച്ച് വിനോദ് ഒരു പരുവായി, ചോര ഒഴുകാൻ തുടങ്ങി എല്ലായിടത്തുനിന്നും. അപ്പോഴും അയ്യപ്പൻ നായർ ഓടി വന്നു. ഈ സമയം വരുൺ ഓടി വന്നു. തല്ലി കൊല്ലുകേട്ടാ ഈ നാറിനെ. ഈ നായിൻ്റെ മോൻ കാരണമാണ് നമ്മുടെ പെങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത്. അവൾക്ക് ഈ ആപത്ത് സംഭവിക്കാൻ കാരണക്കാരനായവനവൻ. ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, തല്ലി കൊല്ലു കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് വരുൺ എരിപിരി കയറ്റി കൊടുക്കുക. ഈ സമയം അയ്യപ്പൻ നായർ കുഞ്ഞെ വേണ്ട, മാറി നിൽക്കാനാണ് പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ ഗീതു, കണ്ണേട്ട വേണ്ട കണ്ണേട്ട, ഒന്നും ചെയ്യല്ല കണ്ണേട്ട, അവനെ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അത് കേട്ടത്, ഞാൻ ചെയ്യൂടി, എൻ്റെ അനിയത്തിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായവനവൻ. ഇവനെ ഞാൻ വെറുതെ വിടില്ല, എനിക്കിവനെ വെറുതെ വിടാൻ പറ്റില്ല. എൻ്റെ പെങ്ങളോട് എനിക്ക് സമാധാനം പറയണം. പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വിനോദ് എന്തെന്ന് ചോദിച്ചാൽ കണ്ണേട്ടൻ എന്ത് മറുപടി പറയും എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, അവളെന്നോട് ചോദിക്കില്ല, അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായവനവൻ. അങ്ങനെയുള്ള ഇവനെ അവൾ ഒരിക്കലും ചോദിക്കില്ല. കണ്ണേട്ട ഒന്നും ചെയ്യരുത്, മാറി നിൽക്കാനാണ് പറഞ്ഞത്. നീ എന്തിനാ ഗീതു ഇവന് വക്കാലത്ത് പിടിക്കുന്നേ? ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? നിനക്ക് നിൻ്റെ അനിയനാണ് വലുതല്ലേ? അതുമല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് ഇവനെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്നുള്ളതുകൊണ്ടാണോ നീ അവനെ തടയുന്നത്? എന്നാൽ ഇവനെ കൊന്നിട്ട് പോലീസ് കേസായാൽ അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും രാധിക. അത് കേട്ടതും ഗോവിന്ദ്, നീ എന്തിനാടി എന്നെ തടയുന്നേ? എൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായവനാണിവൻ. ഇവനെ തടഞ്ഞാൽ നിനക്ക് എന്ത് കിട്ടും? അവൻ എൻ്റെ കൂടപ്പിറപ്പാ. അവനെ എൻ്റെ മുന്നിലിട്ട് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് കണ്ണേട്ടാ ഞാൻ പറയുന്നത് അവനൊന്നും ചെയ്യരുതെന്ന്. ഓഹോ, നിനക്ക് നിൻ്റെ കൂടപ്പിറപ്പ് വലുത്, അപ്പോൾ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പാടി അകത്ത് കിടക്കുന്നേ. അവൾ ജീവിക്കുമോ മരിക്കുമോ എന്നും ആലോചിച്ചുകൊണ്ട് നടക്കുമോ ഞാനിവിടെ? മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കും ആ പാവത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്ത് പിഴച്ചടി. അവൾക്കും ആ കുഞ്ഞിനും ഇങ്ങനൊരവസ്ഥ വരാൻ കാരണക്കാരനായത് ഇവനാ. അങ്ങനെയുള്ളപ്പോൾ ഇവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ചാകട്ടെ ഇവൻ, ജീവിച്ചിരിക്കാൻ പാടില്ല ഇവൻ മരിക്കണം, ഈ ഭൂമിയിൽ നിന്ന് ഇവൻ പോകണം എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ തല്ലു. എടാ വിനോദേ, ഇനിയെങ്കിലും നിന്ന് തല്ലുകൊള്ളാതെ എന്താ സംഭവിച്ചെന്ന് തുറന്ന് പറയടാ എന്നും ഗീത പറയണം. അത് കേട്ടതും വിനോദ്, ഞാൻ പറയുന്നില്ല ചേച്ചി, എനിക്ക് വയ്യ, ഞാൻ കാരണം പ്രിയയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ? സാരമില്ല, കൊന്നോ, എല്ലാവരും കൂടെ എന്നെ കൊന്നോ, എനിക്കതിൽ ഒരു പ്രശ്നവും. എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രിയ എനിക്ക് വേണം. അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും, ഉറപ്പായിട്ടും ഞാൻ മരിക്കും. ഞാൻ മരിക്കാൻ തന്നെ പോകുന്നേ, അല്ലാതെ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ അനിയത്തി, അവൾ എന്നെ വിശ്വസിച്ചായിരുന്നു ഇത്രയും നാളും ജീവിച്ചിരുന്നത്. അവൾക്ക് ഞാനുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് അവൾക്കറിയായിരുന്നു. എന്നാൽ അകത്ത് കിടക്കുന്ന എൻ്റെ പ്രിയമോക്ക് ആരുണ്ട് ഗ്യാരണ്ടി? കണ്ണേട്ട, വെറുതെ അവനെ തല്ലരുത്. ഞാൻ അവനെ തല്ലാതിരുന്ന എൻ്റെ അനിയത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഗീതു? അങ്ങനെ നീ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവനെ ഞാൻ തല്ലില്ല. ഇവൻ്റെ കാല് കഴുകി ഞാൻ വെള്ളം കുടിക്കും. അതുപോലെ ഇവനെ ഞാൻ തല്ലിയാൽ എൻ്റെ അനിയത്തി മരിച്ചു പോകുമെന്ന് നീ പറയുമോ? അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ തല്ലില്ല, ഇവനെ ഞാൻ ചേർത്ത് പിടിക്കും. എൻ്റെ അനിയത്തി എനിക്ക് വേണം. എങ്ങനെയെങ്കിലും ഞാൻ ഇവനോട് ക്ഷമിക്കാം. ദൈവങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അനിയത്തെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവനോട് ക്ഷമിക്കാം. പക്ഷേ ജീവനോടെ തിരിച്ചു വരുന്ന എൻ്റെ അനിയത്തി ഇനി പഴയ പ്രിയയുടെ സ്മാരകം മാത്രമായിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഇവനോട് ക്ഷമിക്കാൻ പറ്റുന്നേ? പറയാനാ പറഞ്ഞത്, എടി പറയാൻ. നിൻ്റെ നാവിറങ്ങിപ്പോയോ? നീ ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ഗീതു. ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രിയമോള. അങ്ങനെയുള്ളപ്പോൾ നീ ഇവന് വേണ്ടി ഇപ്പോൾ എന്നോട് വക്കാലത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ അനിയത്തി, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ഇവൻ ഉണ്ടാവാൻ പാടില്ല. ഇവൻ ജീവിച്ചിരിക്കരുത്. ഇവൻ മരിച്ചോട്ടെ. ഇവൻ മരിച്ചിട്ട് ഞാൻ ജയിലിൽ പോയാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പം അയ്യപ്പൻ നായർ കുഞ്ഞെ, ഇപ്പോൾ പ്രിയമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രിയമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരു സ്മാരകമായിട്ടല്ല, നമ്മുടെ പഴയ വിളക്കായിട്ട്. ആ വിളക്ക് നമ്മുടെ വീട്ടിൽ എന്നും അണയാതെ കത്തി നിൽക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇങ്ങനെ തമ്മിത്തല്ലിയും പ്രശ്നം ഉണ്ടാക്കി നിന്നിട്ട് കാര്യമുണ്ടോ കുഞ്ഞെ? കുഞ്ഞ് മാറി നിൽക്ക്. വിട് അയ്യപ്പേട്ട, വിട്. നിങ്ങളെ അവൾ എൻ്റെ അയ്യപ്പേട്ട, നിങ്ങളവളെ സ്വന്തം അച്ഛനെ പോലെയല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ പ്രിയമോളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ ഇല്ല, ഞാനതിന് ഇവനെ ശിക്ഷിക്കണ്ടെന്ന് പറയുന്നില്ല. പ്രിയമോൾ കണ്ണ് തുറക്കട്ടെ, അവൾ എന്താ പറയുന്നതെന്ന് നോക്കാം. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടെ തർക്കിച്ചിരുന്നപ്പോഴാണ് എൻ്റെ പ്രിയമോൾ വീണത്. ഇവൻ തന്നെയാണ് കാരണക്കാരൻ. ഇവൻ ഒറ്റൊരുത്തൻ. ഇവനെ കല്യാണം കഴിച്ചെന്നുള്ളൊരു ഇത് മാത്രമേ എൻ്റെ മോൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ മോള് വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തവളാ. അങ്ങനെയുള്ള എൻ്റെ പ്രിയമോക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ കാരണക്കാരൻ ഇവനാ. ഈ തെണ്ടി ചാകണം എന്നും പറഞ്ഞ് ഗോവിന്ദ് വീണ്ടും ദേഷ്യപ്പെടുക. അത് കണ്ടതും വിനോദിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ വിനോദ്, ചാകട്ടെ,
ഞാൻ ചത്തുപോയിക്കോട്ടെ, പ്രിയയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരൻ ഞാനാ, അതെ ഞാൻ തന്നെയാ, ചാകട്ടെ, ഞാൻ ചാകട്ടെ എന്നും പറഞ്ഞ് വിനോദ് അവിടെ ഇരുന്ന് പിറുപിറുക്കാണ്. ഇത് കണ്ടതും ഗീതു വിനോദിനെ തുറച്ചു നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ പ്രിയമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും വിനോദിന് മാപ്പ് കൊടുക്കാനാവോ ഗോവിന്ദന്? വിനോദ് ചെയ്ത തെറ്റിന് വിനോദിനെ കൊല്ലാനുള്ള കലിയുണ്ട്. പക്ഷെ വിനോദിനെ തല്ലുന്നത് കണ്ടു നിൽക്കാൻ കൂടപ്പറപ്പായ ഗീതുവിന് പറ്റുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും? അതെ, അറയ്ക്കൽ തറവാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് രാധികയും ഇടയിൽ കടന്ന് കളിക്കുകയാണ്. അപ്പോൾ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.